ഗൈസ്, ചെറിയൊരു വീഡിയോ കേട്ടോ. ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ഫ്രിഡ്ജിൽ എങ്ങനെയൊക്കെ സാധനം വെക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കവർ എടുക്കണം. എൻ്റെ ഡബിൾ ഡോറാണ്, പക്ഷേ ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ, വലുതല്ല. അപ്പോൾ ചെറിയ ചെറിയ കവറുകൾ മാറ്റി വെക്കുക. കാരണം നമുക്ക് ബോക്സ് വെച്ചിട്ട് സ്ഥലം ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് ബോക്സ് വാങ്ങിയതാണ്, പക്ഷേ എനിക്ക് ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കവറാക്കി മാറ്റി. അപ്പോൾ ഈ നീളം പയർ ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കവറിലിട്ട് വെക്കും കേട്ടോ. അപ്പം അത് എനിക്ക് കുറേ ദിവസം ആയാലും ഒരാഴ്ചയൊക്കെ ആയാൽ പോലും എനിക്ക് ആ പയർ എടുത്ത് ഉണ്ടാക്കാൻ മടി ഉണ്ടാവില്ല. കാരണം പയറൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ചുരുങ്ങി ചുക്കിലേക്ക് ആയി പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെക്കും. പാവയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും, പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ. ഇതാട്ടോ എൻ്റെ ഫ്രിഡ്ജ്, കണ്ടില്ലേ, എത്ര സ്പേസേ ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയെങ്കിലും ശരിയാക്കി വരണമല്ലോ. അപ്പോൾ കുട്ടികളാണെങ്കിലോ കുറേ സ്റ്റിക്കറും വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ ഫ്രിഡ്ജ് കാണിച്ചു തരും കേട്ടോ. കാരണം ഞാൻ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഈ പയർ വാങ്ങിയിട്ട് ഞാൻ 4 മാസം കഴിഞ്ഞു. എനിക്ക് വണ്ടോ ഒന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ. എല്ലാ സാധനവും ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ. കടല, പരിപ്പ്, പയർ, ഉഴുന്ന്, പച്ചരി, അതേപോലെ നെയ്ച്ചോറിൻ്റെ അരി, അങ്ങനെ എല്ലാ സാധനവും ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസം ഉണ്ടാവും. നമുക്ക് എപ്പോഴെപ്പോഴും ആ വണ്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു പേടി തന്നെ വേണ്ട കേട്ടോ. ഇതിൽ ഞാൻ കുറേ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സേഫാണ്. കാരണം ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ പോലും ഒരു കുഴപ്പമുണ്ടാവില്ല, കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കുറേ പേർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും ആരും എന്താ പറയുക, നമ്മളെ കളിയാക്കുവേ. പക്ഷെ ഞാൻ ഒരുപാട് സാധനം ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഒത്തിരി സാധനം അച്ചായ ലോഡിന് പോയി വരുമ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ കടല, പരിപ്പ്, ഉഴുന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഞാൻ വലിയ ബോക്സിലൊക്കെ ഇട്ട് പുറത്താണ് വെക്കാറുള്ളത് കേട്ടോ. കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫുള്ളും നാശമായിട്ട് ആ കറുത്ത ഒരു ജന്തു സാധനമില്ലേ, അത് വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല. പരിപ്പെല്ലാം തിന്നും, ഓട്ടയിട്ടും അങ്ങനെയെല്ലാം യൂസ് ചെയ്യാതിരിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഇതാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ എനിക്ക് എടുക്കാം, എത്ര ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്നത് തന്നെ കേട്ടോ. കാരണം ഇതിൽ എനിക്ക് പയറും പരിപ്പും സാധനങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ടും വേറെ പുതിയ ഫ്രിഡ്ജിൽ വേറെ പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വാങ്ങണം. അതേപോലെ ഉണക്ക മീനുകളൊക്കെ ഞാൻ ഫ്രീസറിൽ എല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി അങ്ങോട്ട് വെക്കും. കാന്താരി ഉണ്ടല്ലോ, ഒരുപാട് കാന്താരികളെല്ലാം നമുക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഫ്രീസറിൽ അങ്ങനെ വെച്ചാൽ പച്ചയായിട്ടുണ്ടാവും. അതേപോലെ പച്ചക്കുരുമുളകൊക്കെ നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും ഞാൻ ഫ്രീസറിൽ അങ്ങോട്ട് വെക്കലാണ് കേട്ടോ. അപ്പം നല്ല എന്നും